ഒരു മൂന്നാർ യാത്ര ബാംഗ്ലൂരിൽ നിന്ന്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും അതിരാവിലെ മൂന്നാർക്ക് തിരിച്ചു. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. എപ്പോഴും മൂവാറ്റുപുഴയിൽ നിന്നാണ് മൂന്നാർക്ക് പോയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. 465 കിലോമീറ്ററാണ് ബാംഗ്ലൂരിൽ നിന്നും മൂന്നാർ വരെയുള്ള യാത്രാ ദൂരം. ഞങ്ങൾ പോകുന്നത് ഇപ്രാവശ്യം ടാറ്റ നെക്സോൺ കാറിലാണ്. അതൊരു ഇലക്ട്രിക് കാറാണ്. ഇതും കൊണ്ട് പോവുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ചാർജ് ആകെപ്പാടെ 280 കിലോമീറ്ററേ നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണേലും ഇടയ്ക്ക് വെച്ച് ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലാൻഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഇലക്ട്രിക് കാറും കൊണ്ട് ദൂരയാത്ര പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പണി പാളും. പ്ലഗ് ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ ഓൾറെഡി ഞാൻ ചാർജിങ് സ്റ്റേഷനൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലും ബാംഗ്ലൂരിലും ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ തമിഴ്നാട് എത്തുമ്പോഴത്തേക്ക് ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. ആകെപ്പാടെ എനിക്ക് ഒന്ന് കിട്ടിയത് ഡിണ്ടിഗലിൻ്റെ അടുത്തായിരുന്നു. അതിനാണെങ്കിൽ കത്തി വിലയും. എന്തെങ്കിലും ആവട്ടെ, ചാർജ് ഉണ്ടായാലേ പറ്റൂ. അതുകൊണ്ട് അവിടെ അത് ചാർജിങ്ങിനിട്ടിട്ട് ഞങ്ങൾ ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് ഡിണ്ടിഗൽ ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് നമ്മുടെ മലബാർ ബിരിയാണിയാണ് കൂടുതലിഷ്ടം. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാർജ് ഒരു 80% ആയി കാറ്. പിന്നെ നമ്മളത് ചാർജിങ് നിർത്തി നമ്മൾ യാത്ര തുടർന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറേ അധികം ചുരമുണ്ട് മൂന്നാറിലോട്ട് കയറുമ്പം. മിക്കവാറും കൂടുതൽ ചാർജ് പോകും ചുരം കയറുമ്പം. അപ്പം ഞാൻ എബിനോട് പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ ഒന്ന് 20% കൂടെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്നറിയത്തില്ല, പുള്ളിക്കാരൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചാർജ് ചെയ്തു. ചുരം കയറുന്നതിന് തൊട്ട് മുന്നേ ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് ചാർജ് ചെയ്തിട്ടാണ് കയറിയത്. ചുരം കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചെയ്തത് വളരെ നന്നായി. പെട്ടെന്നായിരുന്നു ചാർജ് പോയിക്കൊണ്ടിരുന്നത്. ഓരോ ഹെയർ പിൻ കേർവിനും 1% വീതം പോകുന്നുണ്ടായിരുന്നു. ഇതിന് ചെറുതായി പേടിയായി തുടങ്ങി. കാരണം കാറിൻ്റെ ചാർജും കുറയുന്നുണ്ട്, ചെറിയ മഴയുണ്ട്, നല്ല രീതിയിൽ നല്ല വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ചുരവും. എന്നാലും കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ. ഒരു കൂടി എന്നാൽ ഒരു 10% വരെ പോകുമായിരിക്കും ബൈസൺ വാലിയിൽ എത്തുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടാണ് കയറിയത്. ചുരം കയറിയപ്പോഴത്തേക്ക് 80% ഉണ്ടായിരുന്നു. ബൈസൺ വാലിയിൽ എത്തിയപ്പോഴത്തേക്ക് അത് 20% ആയി. ഓരോ കർവിലും 1% ഡൗൺ ആവും. എന്നാൽ നമ്മൾ മേലോട്ട് കയറുമ്പോൾ കൂടുതൽ ചാർജ് യൂസ് ചെയ്യുമെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ചാർജ് റീജനറേറ്റും ആകുമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഒക്ടോബർ മാസം അവസാനമാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ മൂടൽമഞ്ഞൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല, ഫോഗൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ചുരം കയറിയത്. അപ്പോഴത്തേക്ക് വെയിലൊക്കെ നന്നായി താഴ്ന്നായിരുന്നു. ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങി. മഴ പെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ഫോഗ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. ഈ ട്രിപ്പും അടിപൊളിയായിരുന്നു. ബൈ ബൈ.